എജുപോർട്ട്. അപ്പൊ നമ്മൾ +1 എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പൊ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് വരണം അല്ലെ. അപ്പൊ +1 എക്സാം ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ നല്ല മിടുക്കരായിട്ട് തന്നെ എക്സാം എഴുതണം. അപ്പൊ കുറെ ആളുകൾക്ക് ഹിന്ദിനെ കുറിച്ച് ആലോചിച്ച് ഹിന്ദി എങ്ങനെയാണ് എക്സാമിന് എഴുതുക, എങ്ങനെയാണ് ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് സ്കോർ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കൊന്നും ചെയ്യണ്ട. നമ്മൾ നല്ല അടിപൊളിയായിട്ട് എജുപോർട്ടിന്റെ കൂടെ രസമായിട്ട് ഹിന്ദി പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ +1 എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പത്ര. ഓക്കെ, 8 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോട് കൂടി തന്നെ ഇരിക്കുക. നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫോർമാറ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പത്ര, അതായത് ലെറ്റർ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഫുൾ മാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവരും റെഡിയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ പത്ര എങ്ങിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നോക്കൂ, പാലക്കാട് ഒരു ചെറിയ സൂചന തന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി മേ ടൂറിസ്റ്റ് ബസ് കി തേസ് റഫ്താർ കി വജഹ സെ ഹുവാ ഹാദ്സ. അപ്പൊ എന്താണ്, വടക്കാഞ്ചേരിയില് ടൂറിസ്റ്റ് ബസ് കി തേസ് റഫ്താർ കി, ടൂറിസ്റ്റ് ബസിന്റെ തേസ് ആയിട്ടുള്ള, അതായത് ഭയങ്കര സ്പീഡിലുള്ള ആ ഒരു യാത്ര കാരണം ഉണ്ടായിട്ടുള്ള ഹാദ്സ, ആ ഒരു സംഭവം എന്താണ്, ഒരു ചെറിയൊരു അപകടം നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ഒരു ചെറിയ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. സഡക് സുരക്ഷാ കെ ലിയെ സർക്കാർ की ओर से क्या क्या कार्रवाइयां की गई है. സഡക് സുരക്ഷാ കെ ലിയെ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ की ओर से, നമ്മുടെ സർക്കാരിൽ നിന്ന്, നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് क्या क्या कार्रवाइयां की गई है, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. इसकी सूचना पाने के लिए, അതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് श्री अरुण निवास पालक्काड की ओर से सार्वजनिक सुरक्षा अधिकारी परिवहन मंत्रालय केरल सरकार തിരുവനന്തപുരം के नाम सूचना अधिकार पत्र तैयार करे എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് നമ്മൾ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്, നമ്മുടെ അരുൺ ആണ്. അരുൺ നിവാസ് ആൻഡ് പാലക്കാട് എന്നുള്ളതാണ് ഹെഡിങ്. അപ്പൊ ആരെങ്കിലും ഉണ്ടോ, അരുൺ നിവാസ് പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സിൽ, അപ്പൊ ആ സെയിം അഡ്രസ്സിൽ നമ്മളോട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ശ്രീ അരുൺ നിവാസ് പാലക്കാട് ആർക്കാണ്, നമ്മുടെ സാർവജനിക് സൂചന അധികാരി പരിവഹൻ മന്ത്രാലയ കേരള സർക്കാർ തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ രണ്ടും അഡ്രസ്സ് തന്നിട്ടുണ്ട് അല്ലെ. സെൻഡ് ചെയ്യുന്ന ആളുടെ, അതായത് അതുപോലെ അയക്കുന്ന ആളുടെയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ്. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് നോക്കാം, നോക്കിക്കോളൂ. ആദ്യം തന്നെ നമ്മൾ സേവാമേ അല്ലെ, സേവാമേ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്, 2 ആണ് അല്ലെ, 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ആരാണ്, യെസ്, സാർവജനിക് സൂചന അധികാരി പരിവഹൻ മന്ത്രാലയ കാര്യാലയ കേരള സർക്കാർ തിരുവനന്തപുരം. ഇതാണ് അഡ്രസ്സ് തന്നിട്ടുള്ളത്, ഗവൺമെന്റ് അഡ്രസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ സ്റ്റാമ്പിന്റെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാമ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, ആവേദക നാം, അതായത് പ്രേക്ഷകൻ അല്ലെ, നമ്മൾ എഴുതുന്ന ആളുടെ, പ്രേക്ഷകൻ അല്ലെ പ്രേക്ഷകൻ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ പ്രേക്ഷിത നമ്മൾ മലയാളത്തിൽ സ്വീകർത്താവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആവേദകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ എഴുതുന്ന ആളാണ്. അപ്പൊ ആ ലെറ്റർ എഴുതുന്ന ആളുടെ പേര് എന്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്, അരുൺ എന്നാണ് ലെറ്റർ എഴുതുന്ന ആളുടെ പേര്. പൂര പത്ത, അദ്ദേഹത്തിന്റെ മുഴുവൻ അഡ്രസ് നമ്മൾ കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പോസ്റ്റ് അഡ്രസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നോക്കൂ, അരുൺ നിവാസ് പാലക്കാട് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേര് എഴുതിയിട്ടുണ്ടായിരിക്കണം, സ്റ്റാമ്പ് ഒട്ടിക്കണം. നമ്മൾ ആദ്യം തന്നെ 2 അഡ്രസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം സ്റ്റാമ്പ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലെറ്റർ എഴുതുന്ന ആളുടെ പേര്, അതുപോലെ അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, അതുപോലെ എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊടുക്കണം. ഇപ്പൊ അവിടെ അഡ്രസ് നോക്കൂ, വിഷയം എന്താ കൊടുത്തിട്ടുള്ളത്, സഡക് സുരക്ഷാ കെ ലിയെ സർക്കാർ की ओर से की गई കാര്യവായിയോ സെ സമ്പാദ്യം അല്ലെ. സഡക് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പദ്ധതികളാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്രമാണ്, ഒരു ലെറ്റർ ആണ് ഇത്. ഓക്കെ, അപ്പൊ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മാംഗികയെ സൂചനാക്ക വിവരം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്സ് മുഴുവൻ കൊടുക്കണം. അപ്പൊ നോക്കൂ, ടൂറിസ്റ്റ് ബസോं को परमिट मिलने के लिए क्या क्या रेखाएं चाहिए.
ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് മിൽനെ കെ ലിയെ പെർമിറ്റ് കിട്ടാനായി ക്യാ ക്യാ രേഖായേ ചാഹിയെ, അവർക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, അവർ എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവർക്ക് നമ്മളെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രജ, ഒരു സാധാരണ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിന് പെർമിഷൻ കൊടുത്തത്, അല്ലെങ്കിൽ പെർമിറ്റ് കൊടുക്കാൻ എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത്, അങ്ങനെ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ആ 1 to 1 ആയിട്ടില്ലേ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്. ഗാഡിയോ മേ സ്പീഡ് ഗവർണർ സ്ഥാപിത് करने के लिए क्या क्या कार्रवाइयां ली गई है. ആ സ്പീഡ് ഗവർണർ ചെയ്യാനായിട്ട് സ്ഥാപിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. बढ़ती रही सड़क दुर्घटनाओं को रोकने के लिए परिवहन मंत्रालय द्वारा क्या क्या കാര്യവായ ലീ ഗയി ഹെ. ബഡ്തി രഹി, ബഡ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വർദ്ധിച്ചു വരുന്ന കേട്ടോ. ബഡ്തി രഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന. അപ്പൊ വർദ്ധിച്ചു വരുന്ന സടക്ക് ദുർഘടനാവോ, നമ്മുടെ റോഡ് ആക്സിഡൻസുകളിൽ റോക്കിനെ കിലിയെ തടസ്സം ചെയ്യാനായിട്ട്, അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ, അതൊന്ന് കുറയ്ക്കാനായിട്ട് പരിവഹൻ മന്ത്രാലയം എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതാ വേറെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എവിടെ നിന്നാണ് സ്ഥലം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കണം, സ്ഥലവും ഡേറ്റും കൊടുക്കണം അല്ലെ. എവിടെ നിന്നാണ് ലെറ്റർ എഴുതുന്നത്, ആളുടെ ഡേറ്റും അതുപോലെ തന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥലവും കൊടുത്തിട്ടുണ്ടായിരിക്കണം. കൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ ലെറ്റർ എഴുതുന്ന ആളുടെ സൈന്, അതുപോലെ തന്നെ അവരുടെ പേര്, അഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂചന അധികാര പത്രം നല്ല അടിപൊളിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ നമ്മളെ സേവാമേ 2 എന്ന് പറയുന്ന അഡ്രസ്സ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എഴുതുന്ന ആളുടെ പേര്, അഡ്രസ്സ്, നമ്മൾ എന്ത് കാര്യത്തിനാണ്, ഏത് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ വിഷയം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് അല്ലെ, എന്തൊക്കെ സൂചനകളാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് ആ ലെറ്റർ എഴുതുന്ന ആളുടെ സ്ഥലവും ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കണം. കൂടെ തന്നെ ലാസ്റ്റ് അദ്ദേഹം സൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ പത്രം വളരെ ഈസി ആയിട്ട് നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള ലെറ്ററുകളൊക്കെ വരുന്ന സമയത്ത് ആരും സ്കിപ്പ് ചെയ്യാനൊന്നും പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് നിങ്ങളുടെ +1 എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല മിടുക്കരായിട്ട് നല്ല ഗംഭീരമായിട്ട് എക്സാം ഒക്കെ എഴുതുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.